എന്തൊക്കെ ലോക്കുകളാ സഹോദരൻ. പരസ്പരം വിശ്വാസമില്ലടോ ഒന്നിനും. ചതിയും വഞ്ചനയും. ഭാര്യയെ വഞ്ചിക്കുന്നു, ഭർത്താവിനെ വഞ്ചിക്കുന്നു. എങ്ങനെ സഹോദര? ഗ്രൂപ്പുകളും ആവശ്യമില്ലാത്ത. എങ്ങനെ കഴിയുന്നടോ വഞ്ചിക്കാനും ചതിക്കാനൊക്കെ? കൂടെ കിടക്കുന്നവളല്ലേ. എടാ, എന്നെങ്കിലും ഒരിക്കൽ നിനക്കും തിരിച്ചു പണി കിട്ടൂടാങ്ങാതി. ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന്റെ തൊലി കണ്ടുകൊണ്ട്, സൗന്ദര്യം കണ്ടുകൊണ്ട് നീ പോകുമ്പോ നീ അറിയണം, നിന്റെ കൂടെ കിടക്കുന്നവൾ ഒരിക്കൽ നിനക്ക് പണി തരും. നീ എന്താ എങ്ങനെ ചിന്തിക്കാത്ത? കൂടെ കിടക്കുന്നവള് നിന്നെ ചതിക്കുന്ന ഒരു നാള് വരും സഹോദര. പെങ്ങളെ, നീ വിചാരിക്കണ ചാറ്റും മെസ്സേജ് എഴുതും ഫോട്ടോ അയക്കലൊക്കെ മലക്കാന്ന വിചാരിച്ചേ? മലക്കാണെങ്കിൽ ഒരു ദിവസം നിനക്ക് പണി കിട്ടും പെങ്ങളെ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പിന്നെ പേടിപ്പിക്കുന്നില്ല വെറുതെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഇത് കേൾക്കുമ്പോ ചെയ്തവന് ബേജാറായി പോകും, ചെയ്തവർക്ക് ബേജാറായി പോകും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ജീവിതം അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്ക്. പരസ്പരം മനസ്സിലാക്ക്. ഈ വരുന്നവന് വേറെ പണിയൊന്നും കാണൂല. അവന് വേറെ എവിടെ എല്ലാം പോകും. അവന്റെ ജോലി തന്നെ ചാറ്റിലും കാണലും ചിരിക്കലും മാത്രമാ. അതിന് കുറെ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ നമുക്കിതിന്റെ ബഹുമാനവും ആദരവൊന്നും അറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും അതിന്റെ മഹത്വം ഒന്നും നമുക്ക് അറിയണില്ല. എപ്പൊ നോക്കിയാലും അടിയും വഴക്കും ബഹളവാ. ആർക്കും സ്നേഹിക്കാൻ സമയമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിന്റെ മഹത്വം എന്നറിയും. ഇവിടെ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ആ പിടിച്ചിരിക്കുന്ന അത്രയും സമയം നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ മതി സ്നേഹത്തോടെ. ആ പിടിച്ചിരിക്കുന്ന സമയം അത്രയും നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. അതാണ് കുടുംബജീവിതം. എങ്ങനെ പിടിക്കണം? വഴുത് കഴിഞ്ഞു പോകുമ്പോ നാട്ടുകാർ കാണാനല്ല കേട്ടാ, അത് വേറെ. നമ്മൾ റോഡിൽ നിൽക്കുമ്പോ ചിലത് ഭർത്താവിന്റെ തലയ്ക്കിരുന്നോണ്ട് അതൊക്കെ ഉടായിപ്പ്, അതൊക്കെ അഭിനയം. ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല. നാട്ടുകാരെ മുമ്പിൽ കിടന്ന് കാണിക്കുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നാട്ടുകാരെ മുമ്പിൽ കാണിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പിടിക്കണം. എന്റെ പൊന്നാരി ചങ്ങാതി, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ഒന്ന് ചിരിക്ക്, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്ക്. എവിടെ സംസാരിക്കാൻ? വഴുത് കഴിഞ്ഞ് തിരിച്ചു പോവാ. അപ്പോഴാണ് പണ്ടത്തെ കൂട്ടുകാരിയെ കണ്ടത്. ആമിനായ ഡി സുഖാണോടി നിനക്ക്? മച്ചാക്ക സുഖമായിട്ടിരിക്കുന്നു. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ചിരിയ. എന്ന ഭാര്യയുടെ മുഖത്തോ? അല്ലാഹു അലം പടച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തന്ന ആയുസാടോ സ്നേഹിക്കടോ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ജീവിക്ക്. അല്ലാഹു നമ്മളെ സ്വർഗത്തിലും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ കളഞ്ഞിട്ട് സ്നേഹിക്ക്. ഉടായിപ്പം തരികിടകളൊക്കെ ഫോണും വാട്സപ്പും മെസ്സേജും ആവശ്യമില്ലാത്തതും മുഴുവനും ഒഴിവാക്കിക്കള. എന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നതിനെ സ്നേഹിക്കാൻ പഠിക്ക്. ഒരു ജീവിതം തന്ന മനുഷ്യനാ നിന്റെ ഭർത്താവ്. സഹോദര, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാ നിന്റെ ഭാര്യ. നീ അടിച്ചു പൊളിച്ചു പുറത്തു കറങ്ങി നടക്കുമ്പോ നിന്റെ വീടും നിന്റെ മക്കളും നിന്റെ മാതാപിതാക്കളും നിന്റെ കുടുംബവുമായി വീട്ടിൽ കഴിയുന്നവളാ ഭാര്യ. അവളെ ആദരിക്ക്, അവളെ സ്നേഹിക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.